നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് ശരിക്കും രണ്ടെണ്ണം അടിച്ചാലേ കറക്റ്റ് ആയിട്ട് ശരീരത്തിൽ പിടിക്കൂ. അടിച്ചോ സർ വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. മാഡം പിണങ്ങും. ഇതുകൂടെ കുടിച്ചോ, അപ്പോഴേ ജ്യൂസ് ശരിക്കും നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുള്ളൂ. ഇതൊക്കെ ഇങ്ങോട്ട് വാ. ആട്ടങ്ങടിതാ വരുന്നു. ഇത് ഓക്കെ. ഡീസൻ്റായി. ഓക്കെ. ആരാ മനസ്സിലായില്ല? ഞാൻ NM ഹോസ്പിറ്റലിൽ നഴ്സാ. എനിക്ക് സുസ്മിത മാഡത്തെ ഒന്ന് കാണണമല്ലോ. അയ്യോ, മാഡം പുറത്തൂടെ പോയിരിക്കാണല്ലോ. ഞാനൊരൽപ്പം ദൂരെന്നാ വരുന്നത്. കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒന്ന് വിളിക്കോ? അല്ലെങ്കിൽ നമ്പർ തന്നാ മതി, ഞാൻ വിളിച്ചോളാം. നമ്പർ ഇവക്ക് കൊടുക്കണ്ട. നമ്പർ കൊടുത്തിട്ട് അതിന്റെ പിന്നാലെ വല്ല വെള്ളിക്കെട്ടും വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടി വേറെ കിട്ടും. ചെല്ലക്കിളിയെ കണ്ടിട്ട് പറഞ്ഞു വിടാനൊന്നും തോന്നുന്നില്ല. ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. ബെല്ലുണ്ട്. ഹലോ. ഹലോ സുസു. എന്താടാ ഇങ്ങോട്ടെങ്ങാനും വരുന്നുണ്ടോ ഇപ്പൊ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഉടനെ എങ്ങാനും ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാണ്. പഴയ നിന്റെ വല്ല കോഴിത്തരവും പുറത്തെടുക്കാനായിരിക്കും. ഞാനിപ്പോ എക്സ്ട്രാ ഡീസന്റ് അല്ലേ സുസു? ഇവിടെ നിന്നെ കാണാനേ NM ഹോസ്പിറ്റലിൽ നിന്നൊരു നഴ്സ് വന്നിട്ടുണ്ട്. എന്തോ ഒരു പ്രമാദമായ കേസിന്റെ കാര്യം പറയാനാണെന്നാ പറഞ്ഞേ. രഹസ്യോ? നഴ്സ് തന്നെയാണെന്നുള്ളത് ഉറപ്പല്ലേ? അങ്ങനെയാണ് ഈ കൊച്ചു പറഞ്ഞ. പുറത്തേക്ക് എന്താ ചെയ്യണ്ടേ? അകത്ത് കയറ്റി നിർത്തണോ അതോ പുറത്തിറക്കി നിർത്തണോ? പുറത്ത് നിർത്തണോ അതോ അകത്ത് കയറ്റി നിർത്തണോ? തൽക്കാലം നീ അകത്ത് കയറ്റി ഇരുത്ത്. ഞാനിപ്പൊ തന്നെ വരും. ശരി. പിന്നെ വെയിലത്തൊക്കെ വാടിക്കരിഞ്ഞ് വന്നതല്ലേ, തണുത്ത് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക. ലെമൺ സോഡ ആണെങ്കിൽ ഇല്ല, ലെമൺ തീർന്നു. പിന്നെ വെറും സോഡ കൊടുക്കട്ടെ? നീ ആ സോഡയിൽ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുക്ക്. ഓ, ഞാൻ 10 മിനിറ്റിനുള്ളിൽ അങ്ങ് എത്തും. ശരി. മാഡം ഇവിടെ അടുത്തവിടെ ഉണ്ടെന്ന് കയറി ഇരിക്കാൻ പറഞ്ഞു. എന്തിനാ അവിടെ ഇരിക്കുന്നത്? അത്തോട്ടോ വാ ഇങ്ങോട്ട്. നിങ്ങള്? ഞാന് മാഡത്തിന്റെ ഒരു ഹസ്ബൻഡായിട്ട് വരും. അതുകൂടെ വാ ഇരിക്കും. വാന്ന് വേണ്ട. ഐശി ഇരിക്കുന്നത്. അതെ, മാഡത്തിന്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് പറയല്ല, വളരെ മാന്യനും സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയുന്ന ഒരാളുമാണ് ഞാൻ. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാം. ഇരിക്കുന്നത് ഇത്ര മടിയെന്ന് തോന്നുന്നതിന്. കുടിക്കാൻ ചായയോ കാപ്പിയോ ഒന്നും ചോദിക്കരുത്. മാംഗോ ജ്യൂസ് എടുക്കട്ടാ? ഏയ്, ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെ? കുടിച്ചേ പറ്റൂ. ഞാൻ അടുത്തുണ്ട്. പിന്നെ മാഡത്തിന്റെ അടുത്ത് എന്തെന്ന് പറയാനുള്ള? എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കേൾക്കായിരുന്നു. അതെ, സുസ്മിതയ്ക്കും എനിക്കും ഒരു മനസ്സിന് 4 കാലുവാ. ഞാൻ അറിയാത്തൊരു രഹസ്യം മാഡത്തിനും, മാഡം അറിയാത്തൊരു രഹസ്യം എനിക്കും ഇല്ല. മടിക്കാതെ പറഞ്ഞോ. എന്താ പറയാനുള്ള? അത് അല്പം സീക്രട്ടാ. ഞങ്ങള് സ്ത്രീകൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാ. തന്നെ? പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമേ. ഇരിക്കും. മുടിഞ്ഞ തട്ടിപ്പുകാരിയാ. എന്തോ രഹസ്യങ്ങളുടെ കയ്യിലുണ്ട്. അത് സുസ്മിതയ്ക്ക് കൊടുത്ത് കാശാക്കാൻ വന്നിരിക്കുക. ഇവളെ കൊണ്ട് ആ രഹസ്യം പറയാൻ പറ്റരുത്. അതിനിപ്പോ എന്താ മാറുക? രഹസ്യം കേൾക്കാനായിട്ട് മറ്റവളിപ്പോ ഓടിപ്പഞ്ഞോട്ട് വരികയും ചെയ്യും. ഇവളത് പറയാൻ വാ തുറക്കരുത്. അതിനിപ്പോ എന്തൊരു വഴി?
വർക്കാവണേ ഇല്ല, ബുദ്ധിയും പോയി, വെറുതെ ഇരുന്ന് മടി പിടിച്ചിട്ടാണ്. ഒരെണ്ണം കട്ടിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. മാങ്കോ ജ്യൂസിന്റെ രുചി ഉള്ളതുകൊണ്ട് വലിയ കത്തലൊന്നും ഇല്ലാതെ സംഗതി ഇറങ്ങി പോവുകയും ചെയ്യും. ഇതാ നല്ല ക്ലാസ് വേറെ ഇല്ലേ? ആ ഇതുണ്ടാ. ചിലപ്പോ ഒന്നിലൊതുങ്ങൂല, ഒരെണ്ണം കൂടെ എടുക്കാം. കുഴപ്പമില്ല, ഇങ്ങനെ കൊണ്ടുപോവാം. ശരിയാക്കി തരാം. ഇവിടെ വരുന്നവർക്കെല്ലാം ഞങ്ങളൊരു സ്പെഷ്യൽ മാംഗോ ജ്യൂസ് കൊടുക്കും. അത് ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കണമെന്ന് മാഡത്തിന് ഭയങ്കര നിർബന്ധം. അയ്യോ എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞൂടാ, മാഡത്തിന്റെ കൂട്ടുകാരന്റെ തോട്ടത്തിലുണ്ടായ മാങ്ങയിട്ട് വാറ്റിയ ജ്യൂസാണ്. കുടിച്ചോ, കഴിച്ചില്ലെങ്കിൽ മാഡം വേണമെന്നും. കുടി കുടി, എനിക്ക് വെറുതെ വഴക്കേക്കാൻ വയ്യ, അതുകൊണ്ടാണ്. കുടിച്ചോ. അങ്ങനെ കുടിച്ചോ. സാറും മാഡത്തിന്റെ മാഡം എന്ന് തന്നെയാണോ വിളിക്കുന്നത്? ഞാനൊരു മാഡായോണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. എന്താ? അല്ല, മാഡം ഒരു മാഡം ആയതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. കഴിച്ചോ. നിർത്തല്ലേ, കുടിച്ചോ കുടിച്ചോ. അതെ, ഇതും കൂടെ അടിച്ചോ. ഇത് ശരിക്കും 2 എണ്ണം അടിച്ചാലേ കറക്റ്റായിട്ട് ശരീരത്തിൽ പിടിക്കൂ. അടിച്ചോ. സർ വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, മാഡം പിണങ്ങും. ഇതുകൂടെ കുടിച്ചോ, അപ്പോഴേ ജ്യൂസ് ശരിക്കും നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുള്ളൂ. കുടിച്ചോ, നല്ലതാണ്. അയ്യോ പിന്നെ നാച്ചുറൽ അല്ലേ, മാഡത്തിന്റെ സ്വന്തം കൂട്ടുകാരന്റെ സ്വന്തം മാമ്പഴമാണ്. കുടിച്ചോ. ഇരിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.